മോളുടെ കൂടെ വേറെ ആരുമില്ലേ? ഞാൻ കുറേ നേരമായിട്ട് ശ്രദ്ധിക്കുന്നു. എന്തെങ്കിലും പ്രശ്നമുണ്ടോ? എന്താണെങ്കിലും പറഞ്ഞു. എവിടേക്കാ പോണ്ടേ? ഞാൻ ഈ സിറ്റിയിൽ പുതിയതാ. ഞങ്ങൾ ഒരുമിച്ച് വന്നോണ്ടിരുന്നപ്പോ എന്റെ കൂടെയുള്ള ആള് മിസ്സായി. റൂമിൽ എങ്ങനെ എത്താന്ന് എനിക്ക് അറിയില്ല. അയ്യോ, ഇപ്പൊ എന്താ ചെയ്യാ? അല്ല മോളെ, വല്ലതും കഴിച്ചോ? ഒരു കാര്യം ചെയ്യ, ഇവിടെ അടുത്ത എൻ്റെ വീട്. മോള് കൂടെ വാ, ഒന്ന് ഫ്രഷ് ആയിട്ട് തിരിച്ചു വരാം. മോള് പേടിക്കേണ്ട കാര്യമില്ല, ഞാനില്ല മോളുടെ കൂടെ. വാ, നടക്ക്. മോളെ, നമ്മുടെ വീടാ. ഐ മീൻ എന്റെ വീടാ. പ്ലീസ് കം. കമോ. ഒരു ചടങ്ങിന് വേണ്ടി ഇവിടെയുള്ളവർക്ക് പുറത്തു പോയിരിക്കാം. ബാത്റൂം ദേ അവിടെയാ. പോയി ഫ്രഷ് ആവും. ഫീൽ കംഫർട്ട്, നോ പ്രോബ്ലം. ഗോ. എനിക്ക് ഭക്ഷണം തന്നു, മാറാൻ വേണ്ടി ഡ്രസ്സും തന്നു. അപ്പോഴൊക്കെ ഞാനൊരു അച്ഛനെ പോലെയാ കണ്ടത്. ഒരു പെണ്ണിനെ ഒറ്റയ്ക്ക് കിട്ടിയാൽ മതി. നല്ലതും ചീത്തയും വയസ്സും ഒന്നും ഒരു പ്രശ്നമല്ല. മൃഗങ്ങളെ പോലെ ഞങ്ങളോട് പെരുമാറുന്നതിന് മുന്നേ നിങ്ങളുടെ വീട്ടിലും പെൺകുട്ടികളില്ലേ? അവര് എപ്പോഴെങ്കിലൊക്കെ ഒറ്റപ്പെട്ട് പോകുമ്പോ എന്തായിരിക്കും അവരുടെ അവസ്ഥ എന്ന് ആലോചിച്ച് നോക്കിയിട്ടുണ്ടോ? നിങ്ങളുടെ മോൾക്ക് ചിലപ്പോ എന്റെ പ്രായമായിരിക്കും. പ്രായത്തിനനുസരിച്ചുള്ള അനുഭവം നിങ്ങൾക്കുണ്ട്. സഹായം ആവശ്യമായിട്ടുള്ള ഏതെങ്കിലും പെൺകുട്ടിയെ കണ്ട അവളെ സഹായിക്കാൻ നോക്ക്. അല്ലാതെ ഇനി മേലിൽ ഒരു പെണ്ണിനോട് ഇങ്ങനെ കാണിക്കരുത്. അഥവാ കാണിച്ചാ ഈ ഫോട്ടോയിലുള്ള പെണ്ണിനോടെങ്കിലും കണ്ടിട്ടുണ്ടോ? ഇതേതാ ഈ കൊച്ചെ? എന്റെ ചേച്ചിയുടെ മോളാ. നിങ്ങൾ എവിടെയുള്ളതാ? കൊച്ചിയിലാ. പെങ്കൊച്ച് നല്ല പളപളാന്ന് മിനുങ്ങുന്നുണ്ടല്ലോ. പ്രായപൂർത്തിയായ കൊച്ചല്ലേ, ആരുടെയും കൂടെ പോയിട്ടുണ്ടാവും. ശരിയാ പറഞ്ഞത്. ഞാൻ പറഞ്ഞില്ലേ, എനിക്കറിയായിരുന്നു. പോത്ത് പോലെ വളർന്നല്ലോടാ. എന്നിട്ട് എന്ത് കാര്യമാ? അവളെ ഓടിപ്പോകുന്ന സമയത്തെ നിങ്ങളൊക്കെ വീട്ടിൽ എന്നാ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഇങ്ങനെ ഒരു പെങ്കൊച്ച് വീട്ടിലുള്ളപ്പോ അതിനെ നോക്കാൻ പോലും കഴിവില്ലാതായി പോയല്ലോ. തന്നെ ഞാൻ. ഹലോ, നിന്റെ തണ്ടും തടി എന്റെ നെഞ്ചത്തേക്കല്ല, കൊണ്ടോയന്റെ നെഞ്ചത്തേക്കാ വേണ്ടേ. പിന്നൊരു കാര്യം, ഈ ഫോട്ടോയും വെച്ച് ഈ പെങ്കൊച്ചിനെ ഇങ്ങനെ അന്വേഷിച്ചു നടക്കാതെ കൊണ്ടോയൻ എവിടെയാന്ന് അവന്റെ നാട് എവിടെയാന്നൊക്കെ ഒന്ന് അന്വേഷിക്കേ. ഓടെ നോക്കി പേടിപ്പിച്ചാ മതി. പോവാൻ നോക്ക്. ക്യാഷ് അന്വേഷിച്ച് നമ്മൾ പോകാൻ പാടില്ല. ക്യാഷ് നമ്മൾ അന്വേഷിച്ച് വരണം. അതാണ്. സൂര്യ, സൂര്യ ഡാങ്ങി വന്നടാ. ഇങ്ങോട്ട് വാ, വാടാ. നീ ഇതെവിടെ പോടാ? 2 ദിവസമായിട്ട് ഞാൻ റൂമിൽ വരുന്നുണ്ടല്ലോ. നിങ്ങൾ രണ്ടുപേരും കാണുന്നില്ല. എവിടെയായിരുന്നു നിങ്ങൾ രണ്ടുപേരും? അല്ല, അത് പിന്നെ ചേട്ടാ, ഞാൻ 2 ദിവസമായിട്ട് ഗീതയെ കാണുന്നില്ല. ഞാൻ അവളെ അന്വേഷിച്ച് നടക്കാം. എന്ത് കാണുന്നില്ലേ? എടാ, അവളെ എവിടെ പോയി അന്വേഷിക്കാനടാ? ഒരു പിടിയില്ല ചേട്ടാ. അവള് റൂമിലേക്ക് തിരിച്ചു വരുന്ന കരുതി. അതാ ഇവിടെയൊക്കെ നോക്കാന്ന് വിചാരിച്ചേ. എടാ, അവള് ഇതിനു മുമ്പ് ഇവിടെ വന്നിട്ടുണ്ടോ? ഇല്ല ചേട്ടാ. ഇവിടുത്തെ സ്ഥലങ്ങളൊക്കെ വല്ല പരിചയമുണ്ടോ? ഒക്കെ അതും എനിക്ക് അറിയില്ല ചേട്ടാ. ഫോൺ വിളിച്ച് ചോദിക്കാന്ന് വിചാരിച്ചാൽ ഫോണും ഇല്ല. എനിക്കാണെങ്കിൽ ഒരു സമാധാനം കിട്ടുന്നില്ല. മോനെ സൂര്യ, നീ ഇവിടെ ഇങ്ങനെ കിടന്ന് കറങ്ങുന്നത് ശരിയല്ലടാ. അന്നൊരു പോലീസുകാരന്റെ ദേഹത്ത് നീ കൈവച്ചില്ലേ, അയാൾ നിന്നെ അന്വേഷിച്ച് നടക്കുന്നുണ്ടാവും. ഈ സമയത്ത് എങ്ങാനും ഗീത അയാളുടെ മുമ്പിൽ ചെന്ന് പെട്ട കാര്യങ്ങളെല്ലാം കയ്യിന്ന് പോകും. ഗീതയുടെ ഫോട്ടോ വല്ലതും കയ്യിലുണ്ടോ? ഇല്ല. ശരി, നമുക്ക് നോക്കാം. വാ.
ഈ കുട്ടി എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ? ഇല്ലേട്ടാ. കണ്ടാ എന്നെ ഒന്ന് അറിയിക്കണം. ആ ശരി. ചേട്ടാ, ഈ കുട്ടിയെ കണ്ടു വല്ല പരിചയമുണ്ടോ? ഇല്ല, കണ്ടിട്ടില്ല. എവിടെയെങ്കിലും വെച്ച് കണ്ടാ എന്നെ ഒന്ന് ഓ, അറിയിക്കണം. ആയിക്കോട്ടെ. ചേട്ടാ ഈ പെൺകുട്ടി എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ? ഇല്ല, കണ്ടിട്ടില്ല. ചേട്ടനും നോക്കി. ഏയ്, ഞാൻ കണ്ടിട്ടൊന്നുമില്ല. എനിക്കറിയാം. ആയിക്കോട്ടെ. അമ്മാവ, തിരയാൻ ഇനി സ്ഥലം ബാക്കിയില്ല. ആർക്കും അറിയില്ലെന്ന് പറയുന്നേ. ആ ശരി, നീ വന്ന് കേട്ടോ. ഇനിയിപ്പോ എന്ത് ചെയ്യൂടാ? എനിക്കറിയില്ലേട്ടാ. പ്രണയം ഒരു കുട്ടികളെയല്ല മോനെ. അത് വിജയിക്കാൻ ഓരോ നിമിഷവും നമ്മൾ പോരാടണം. എന്നാലും വിജയിക്കണമെന്നില്ല. പ്രണയിച്ച പെണ്ണിനെ രക്ഷിക്കണമെങ്കിൽ സ്വന്തം മാതാപിതാക്കളുടെ ചിന്ത പോലും ഉണ്ടാവാത്ത വിധത്തില് ജീവിതകാലം മുഴുവൻ കഷ്ടപ്പെടേണ്ടി വരും. നിന്നിലും നിന്റെ പ്രണയത്തിൽ എനിക്ക് വിശ്വാസമുണ്ട്. അവളെ നിനക്ക് തിരിച്ചു കിട്ടൂടാ. എടാ മോനെ, ഈ പെങ്കോസിനെ എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ നിങ്ങൾ? ഇല്ല സാറേ, ഇല്ല. കണ്ടിട്ടില്ല. വണ്ടി എടുക്കോ? താമസിച്ച റൂമിന്റെ സ്ഥലമല്ലാതെ അവൾക്ക് ഈ സ്ഥലത്ത് വേറെ ഒന്നും അറിയില്ല. എന്താ ഞാൻ ചെയ്യാ? എങ്ങോട്ടാ ഞാൻ ഇനി പോവാ? വലിയൊരു സിറ്റിയിൽ എവിടെയാന്ന് വെച്ച് അന്വേഷിക്കാം. ഇങ്ങനെ ഞാൻ എത്ര നാളാ ജീവിക്കാം? എന്താ ചെയ്യാന്ന് എനിക്ക് മനസ്സിലാവുന്നില്ലല്ലോ ഈശ്വര. ഇനി ഒരു പക്ഷെ പോലീസുകാരുടെ കയ്യിൽ പെട്ടിട്ടുണ്ടാവും. അങ്ങനെ നടക്കാൻ ചാൻസ് ഇല്ല. എവിടെയായിരുന്നാലും സേഫ് ആയിട്ടിരുന്നാൽ മതി. എനിക്കത് മാത്രം മതി. എന്ത് സംഭവിച്ചാലും ശരി, അവൾ കണ്ടുപിടിച്ചേ പറ്റൂ. എന്തൊക്കെ സംഭവിച്ചാലും എനിക്ക് എന്റെ സൂര്യ തിരിച്ചു കിട്ടണം. അവൻ എവിടെ ഉണ്ടെങ്കിലും കണ്ടുപിടിച്ചേ പറ്റൂ എനിക്ക്.